എത്ര പേർ അത് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അനുഭവിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ആഴമായി 1-2 ചിന്തകൾ വേഗത്തിൽ ദൈവാത്മാവെൻ്റെ ഹൃദയത്തിൽ തന്നത് നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം തിരുവനന്തപുരം പട്ടണത്തിലും ആരാധനയുള്ളത് കൊണ്ട് വേഗത്തിൽ 1-2 പദങ്ങൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു അധ്യായമാണ്. ആമേൻ. ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെയും ഏറ്റവും മർമ്മപ്രധാനമായ സംഭവങ്ങൾ സംഭവിക്കുന്ന ഒരു അധ്യായമാണ് പുറപ്പാട് 3. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒട്ടനവധി പ്രാവശ്യം ഈ സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ വാക്യങ്ങൾ എടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു അധ്യായമാണ്. അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 1-2 ചിന്തകൾ, വ്യത്യസ്തമായ 1-2 ചിന്തകൾ നിങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ആ ദൂതുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ച കുറിവാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. 3-ാം അധ്യായം അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പറയുന്നു: അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ കൊണ്ടുചെന്നു. മതി. ഇന്ന് പകൽക്കാലം നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രിയരെ, വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്കകത്ത് നമ്മൾ ജീവിക്കുന്നവരാണ്. എൻ്റെ സന്ദേശങ്ങൾക്കകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പദമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം അതിനകത്ത് വ്യത്യസ്തമായൊരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം പ്രിയരെ, ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകല വ്യക്തികളുടെ ജീവിതത്തിനകത്ത് ദൈവം കാലങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. കാലഘട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ശക്തമായ മഴ പെയ്യാൻ ഒരു കാലം ദൈവം അതുപോലെ ഇന്ന് മഴ ഇപ്പോൾ തോർന്ന് നിൽക്കുക. അതുപോലെ ശക്തമായി പെയ്തിറങ്ങിയ മഴ തോരുവാനുള്ളൊരു കാലഘട്ടം ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ ലഭിക്കുന്നത് സമ്മർ വെക്കേഷൻ എന്നാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ കാഠിന്യം കൂടുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ, കർത്താവ് ഒരു കാലഘട്ടം ചൂടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു കാലഘട്ടം മഴയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മനുഷ്യനായി ജനിച്ച സകലരും അഭിമുഖീകരിക്കേണ്ട ജീവിതത്തിൻ്റെ മേഖലകളിൽ വെളിപ്പെടുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് നമ്മൾ എത്ര സന്തോഷത്തോടെ ജീവിച്ചാലും, എത്ര ആനന്ദത്തോടെ ജീവിച്ചാലും, പണമുള്ളവരായി ഈ ലോകത്തിലെ എല്ലാ പ്രതാപത്തിലും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ പ്രൗഢിയിൽ ജീവിച്ചാലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് മരുഭൂമികൾ വെളിപ്പെടാൻ ഇടയാകും. സങ്കീർത്തനക്കാരന്റെ പദം കടമെടുത്ത് ഞാൻ ഇങ്ങനെ പറയാ: മരുഭൂമി പൈശാചികമല്ല, മരുഭൂമി ദൈവികമാണ്. അതിന് സ്തോത്രം പറയാ. വ്യക്തികൾക്ക് മടിയാണ്. കാരണം പലരും മരുഭൂമിയെ ഭയക്കുന്നവരാണ്, പലരും കഷ്ടത ഭയക്കുന്നവരാണ്. പലർക്കും അനുഗ്രഹം പ്രസംഗിക്കുമ്പോൾ, അനുഗ്രഹത്തിൻ്റെ ദൂത് കേൾക്കുമ്പോൾ സന്തോഷിക്കാറുണ്ട്, കണ്ണ് നിറയാറുണ്ട്, കൈയടിക്കാറുണ്ട്, താളത്തിൽ പാടാറുണ്ട്. പക്ഷേ മരുഭൂമിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പലരും ഒന്ന് പിടയ്ക്കും, അവരുടെ കണ്ണുകളൊക്കെ ഒന്ന് നിറയും. ഈ പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ജീവിതത്തിനകത്തൊരു മരുഭൂമി ഉണ്ടെങ്കിൽ മരുഭൂമിക്കകത്ത് നീ തീരില്ല. മരുഭൂമിക്കപ്പുറം ദൈവം നിനക്ക് ചിലത് കരുതിയിട്ടുണ്ട്. എന്താ പ്രിയരെ മരുഭൂമിയുടെ പ്രത്യേകത? മരുഭൂമി ഒറ്റപ്പെടലിന്റെ ഇടമാണ്. മരുഭൂമി ഏകാന്തതയുടെ ഇടമാണ്. പ്രതീക്ഷിച്ച സ്വപ്നങ്ങളെല്ലാം നമ്മുടെ മുൻപിൽ തകർന്നു പോകുന്ന ഒരിടമാണ് മരുഭൂമി. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മസ്കറ്റിന്റെ പ്രദേശത്ത് തന്നെ വിളിച്ചു. നമ്മുടെ തിരുവനന്തപുരം ചർച്ചിലെ വിശ്വാസിയായിരിക്കുന്ന സഹോദരൻ നമ്പർ കൊടുത്തിട്ടാണ് വിളിച്ചത്. താൻ അഭിമുഖീകരിക്കുന്നത് പോലെ ഒരു പ്രതിസന്ധിയിൽ ഒരു എക്സാം ലഭിക്കാതെ എന്നെ വിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എല്ലാം തകർന്നവളായി അവൾ ഈ കണ്ണൂരിന്റെ പ്രദേശത്തുള്ള വ്യക്തിയാണ്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പ്രതീക്ഷിക്കാൻ ഒരു വകയും
ഇല്ല. എല്ലാം തീർന്നു. ജീവിതത്തിനകത്ത് ആശ്രയിച്ചവരും കുടുംബക്കാരും എല്ലാം തീർന്നു. ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇനി ജീവിതത്തിനകത്ത് എനിക്ക് മുന്നേറണമെങ്കിൽ ഈ എക്സാം പാസ്സായാലേ പറ്റത്തുള്ളൂ. ഞാൻ ആ വ്യക്തിയോട് ഹൃദയം തൊട്ടൊരു കാര്യം ചോദിച്ചു, ദൈവദാസി, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ പ്രതിസന്ധിയുണ്ട്, പ്രതികൂലമുണ്ട്, നിങ്ങൾക്ക് നാളെ എന്തും അറിയാൻ കഴിയാത്ത വേദനയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ കണ്ണുനീരിൻ്റെ താഴ്വരയിലാണ്. ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്, ജീവിതത്തിനകത്ത് നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ജീവിതത്തിനകത്ത് സ്വപ്നം കണ്ട വല്ലതും നടന്നിട്ടുണ്ടോ? അവരെടുത്ത വായിൽ വേറൊരു മതത്തിലുള്ളൊരു വ്യക്തി എന്നോട് പറഞ്ഞ പദം ഇങ്ങനെയാ, പാസ്റ്റർ, ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നിട്ടില്ല. നല്ല വസ്ത്രം ധരിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് നമ്മളിവിടെ വന്നിരിപ്പുണ്ട്. ഈ മൈക്ക് നിങ്ങളോട് കൈമാറിയിട്ട് ചോദിക്ക്, ജീവിതത്തിൽ ആഗ്രഹിച്ചത് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളും പറയും, എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ദൈവദാസനെ, ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും നടന്നില്ല. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരാണ് ജീവിതം. അതിൻ്റെ പേരാണ് ജീവിതം. നീ ആഗ്രഹിച്ചതൊന്നും നടക്കില്ല, പക്ഷെ ദൈവം ആഗ്രഹിച്ചത് മാത്രമേ നിന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും, പക്ഷേ ദൈവം ആഗ്രഹിച്ചതാണോ ഈ മരുഭൂമി? അതേ പ്രിയരെ, ദൈവം നിന്റെ ജീവിതത്തിനകത്ത് മരുഭൂമികൾ കൊണ്ടുവന്നത് തകർക്കാനല്ല, മരുഭൂമിക്കകത്ത് ദൈവത്തിന് ചിലവ് കൈമാറാനുണ്ട്. ഈ പകൽക്കാല ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയവരെന്നെ കേൾക്കുന്നുണ്ട്, ജീവിതത്തിനകത്ത് ഞെരുങ്ങി ഞെരുങ്ങി ജീവിക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ട്. ഈ പകൽക്കാല ദൈവാത്മാവ് തോളത്ത് തട്ടി ഒരു ദൂത് കൈമാറുകയോ, ഈ മരുഭൂമി നിന്നെ തകർക്കാനല്ല കുഞ്ഞ്, അതിനപ്പുറം എനിക്ക് ചിലവ് കൈമാറാനുണ്ട്. ഈ പകൽ ദൈവം ചിലവിനെ ആശ്വസിപ്പിക്കുക, ദൈവം ചിലവിനെ ആശ്വസിപ്പിക്കുക, ദൈവത്തിന്റെ കരം ചിലവിനെ തൊടുകയാണ്. ഈ പകൽ ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഏതോ മരുഭൂമികൾക്കകത്ത് ഒറ്റപ്പെട്ട് കരയുന്ന ഏതോ ഹാഗറുമോ, ഒറ്റപ്പെട്ട് കരയുന്ന ഏതോ ഹന്നമോ, ജീവിതത്തിന്റെ ഏതോ മരുഭൂമിക്കകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചില മോശമോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ പകൽ ആത്മാവ് നിന്നെ തൊട്ട് പറയുക, ഭാരപ്പെടേണ്ട കുഞ്ഞ്, ആകുലപ്പെടേണ്ട കുഞ്ഞ്, ഈ മരുഭൂമിയിൽ നീ ഒറ്റക്കല്ല, എന്റെ കരം നിന്റെ കൂടെയുണ്ട്, എന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു ദൈവത്തെ. വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു ദൈവ സാന്നിധ്യം. ചിലതിന്റെ ഹൃദയത്തിനകത്തുള്ള ഭാരം മെഴുകുരുകുന്നത് പോലെ ഉരുകി മാറുകയോ, ചിലതിന്റെ ഹൃദയത്തിനകത്തുള്ള ഭാരം ഈ പകൽക്കാലം ദൈവാത്മാവ് എടുത്തു മാറ്റുകയോ. ഈ പകൽ ലോകരാജ്യങ്ങളിൽ ഈ ശബ്ദം ശ്രമിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാ, നിങ്ങൾ ഏതു കോണിലിരുന്നാലും ഈ പകൽ ഈ വചനം നിന്നെ തൊടും കേട്ടോ, വചനം നിന്റെ വിഷയത്തെ തൊട്. ഈ ഹോളിനകത്ത് ഏത് മൂലക്കകത്ത് കത്തുന്നു 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 കത്തുന്നു. ഈ പകൽ ദൈവം ചിലവിനെ കത്തിക്കുക. ഈ പകൽക്കാലം മരുഭൂമി ഒറ്റയ്ക്കാണ്, മരുഭൂമി ഒറ്റപ്പെടലിന്റെ ഇടമാണ്, മരുഭൂമി കണ്ണുനീരിന്റെ ഇടമാണ്. ഈ മരുഭൂമിക്കകത്ത് മരണം പോലും മുഖാമുഖമായി കാണേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ചേർത്തു പിടിച്ചവരെല്ലാം മാറി നിന്ന് കുത്തുവാക്ക് പറയുന്ന അവസ്ഥകൾ വന്നേക്കാം. എമ്പിനേറെ കരുതുമെന്ന് പറഞ്ഞവർ പോലും തിരിഞ്ഞു നോക്കാത്ത രാത്രികൾ വന്നേക്കാം. ഈ പകൽക്കാലം ഒരു പ്രതീക്ഷയുമില്ലാത്ത രാത്രികൾ എണ്ണി എണ്ണി നീ തീർത്ത വ്യക്തിയായിരിക്കുക. ഈ പകൽ ദൈവത്തിനൊരു ദൂതുണ്ട്, മരുഭൂമിയിൽ നീ ഒറ്റക്കല്ല, ഈ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമാ, രാത്രി അഗ്നി തൂണാ, എന്റെ കരം നിന്റെ കൂടെയുണ്ട്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചു. ജീവിതത്തിന്റെ ഏത് മേഖലകൾക്കകത്ത്, ജീവിതത്തിന്റെ ഏത് മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ കര ഈ പകൽ ദൈവം അവ തൊടുകയാ. വൈഡാമാന ഹർത്താരാപര വൈഡപരകമാർ ഈ പരമച്ചപരംതര വൈഡ ഷാരാമാനധുരകൽഖവ. ഇന്ന് പകൽ ദൈവാത്മാവ് തോളത്ത് തട്ടിപ്പറയാ, കുഞ്ഞെ ഒറ്റപ്പെട്ടോ, ഭാരപ്പെടുന്നുണ്ടോ, നീറുന്നുണ്ടോ,
ആരോടും പറയാൻ കഴിയാത്ത വിഷയം നിന്റെ ഹൃദയത്തിനകത്തിരുന്ന് വിങ്ങിപ്പൊട്ടുന്നുണ്ടോ? ഈ പകൽ നീ ഒറ്റയ്ക്കല്ല. ഞാൻ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി നിന്റെ കൂടാരത്തിനകത്തുണ്ട് കേട്ടോ. നീ വഴി നടക്കുമ്പോ, നീ കിടന്നുറങ്ങുമ്പോ ഉറങ്ങാത്തവനായി മയങ്ങാത്തവനായി ഈ പകൽ ദൈവാത്മാവ് നിന്റെ കൂടെയുണ്ട് കേട്ടോ. ദാരിദ്ര്യത്തിന് നിന്നെ ഒതുക്കാൻ കഴിയില്ല, കടഭാരത്തിന് നിന്നെ ഒതുക്കാൻ കഴിയില്ല, കഷ്ടതയുടെ തീച്ചൂളക്കകത്ത് നീ ഒതുങ്ങിപ്പോകില്ല. ഈ മരുഭൂമിയിൽ ഒതുങ്ങ വിളിക്കപ്പെട്ടവനല്ല നീ. ആത്മാവിൽ ഞാൻ പ്രവചിക്കാം, ഈ മരുഭൂമി ഒറ്റപ്പുള്ള ഇടമായിരിക്കാം, ഈ മരുഭൂമി കണ്ണുനീരിന്റെ ഇടമായിരിക്കാം. പക്ഷെ ഈ മരുഭൂമിയിലാ ദൈവത്തെ കാണാൻ കഴിയുന്നത്, ഈ മരുഭൂമിയില ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ചോദിക്കുക, പാസ്റ്റർ ഇത്ര ധൈര്യത്തോടെ ഈ ദൈവത്തെ പ്രസംഗിക്കുക, ഈ പ്രായത്തിന് ദൈവത്തിന് വേണ്ടി ഓടാ, ദൈവത്തിന് വേണ്ടി നിൽക്കുക, നിങ്ങളെ എന്താ പ്രാപ്തനാക്കിയെന്ന് ചോദിച്ച ഇമ്മലകളിൽ ആമേൻ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട മരുഭൂമിക്കകത്ത് ഇറങ്ങി വന്നൊരു ദൈവത്തെ അറിയോ, എന്നോട് സംസാരിച്ചൊരു ദൈവ ശബ്ദത്തെ അറിയോ. അവൻ എന്നെ നിർത്തിയവ കണ്ട ഈ പകൽ ഞാൻ നിൽക്കുന്നത് എമ്മ പൂർണ്ണ ബോധ്യത്തോടെ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാ, നീ പോയി എൻ്റെ ജനത്തോട് പറ, മരുഭൂമി ഒന്നിൻ്റെയും അവസാനമല്ല, മരുഭൂമി ഒന്നിൻ്റെയും അവസാനമല്ല. ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന വിഷയത്തിൻ്റെ അവസാനമല്ല മരുഭൂമി. നിന്നെയും കൊണ്ടേ പോകുമെന്ന് നീ പറയുന്ന ആ വിഷയം ഒന്നിൻ്റെ അവസാനമല്ല. ഈ പകൽ ദൈവത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയുക, അവസാനമെന്ന് പറയുന്ന ചിലവിനെ ദൈവം ആരംഭമാക്കി മാറ്റി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമകത്ത് നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്ന, ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സീസണുകൾ തിരിക്കും. ഓ റിബാല ദല ദല ഗട ഗബരാദ ഗച്ചരാരകൾ ഖമ വൈഡബാര ദ്വാരദാര ഘടകബാര വൈശവേര ത്വരാബരം ശബാര ഘടകബേര ധാര ദ്വാര ശരേദലം ധരാദല ഘടകബാര വൈഡബാല അത്വരാദലം ശരേദല ഘടകബാര വൈശവാര. ഓ റിബാല ബല ഘടക. ഈ പകൽക്കാലം ഞാൻ പറയാം, മരുഭൂമി ഒന്നിൻ്റെ അവസാനമല്ല. സങ്കീർത്തനക്കാരനോട് കൂടെ ചേർന്നെന്ന് പറയാൻ കഴിയുമോ? മരുഭൂമിയിലൂടെ എന്നെ നടത്തിയവന് അവൻ്റെ ദയ. അയ്യോ എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, മരുഭൂമിയിലൂടെ എന്നെ നടത്തിയവന്, എന്നെ നടത്തിയവന്. എവിടെ കൂടെ? മരുഭൂമിയിലൂടെ. ദൈവം ഇരുത്തിയതല്ല, ദൈവം നിന്നെ ഇരുത്തിയതല്ല, അവിടെ നിന്നെ കരം പിടിച്ച് നടത്തുകയായിരുന്നു, നിന്നെ വഴി നടത്തുകയായിരുന്നു. ഈ മരുഭൂമിക്കപ്പുറം ചിലത് ദൈവത്തിന് കൈമാറാനുണ്ട് എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ട് ദൈവം നിന്നെ കരം പിടിച്ച് നടത്തിയത്. ഈ പകൽക്കാല ഹൃദയത്തെ തൊടുന്നൊരു ദൂത് ഞാൻ പറയട്ടെ, മരുഭൂമിക്കപ്പുറം ദൈവം ചിലത് നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. കഷ്ടതയ്ക്കപ്പുറം, നിന്ദയ്ക്കപ്പുറം, നീ അനുഭവിച്ച ഒറ്റപ്പെടലിനപ്പുറം, ദേശത്തിൽ നീ ഒരു പക്ഷേ അപമാനപാത്രമായിരിക്കാം, കുടുംബത്തിനകത്ത് ആശ്രയിക്കാൻ ആരും കണ്ടെന്ന് വരില്ല. അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കിയിട്ടുണ്ട്. ഈ പകൽക്കാലം ഈ വചനം വിശ്വസിക്കാമെങ്കിൽ ചിലരുടെ ജീവിതത്തെ നോക്കി ഞാൻ പ്രവചിക്കാൻ പോവുക. മരുഭൂമിക്കപ്പുറം വചനം പറയുന്നു, ഇത്രോവിൻ്റെ ആടുമായി ആമേൻ മോശ 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 വായിച്ച കുറിവാക്കി എന്താ? മോശ മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലെത്തി. ഈ പകൽക്കാലം മരുഭൂമിക്കകത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ?
വേദനയ്ക്കകത്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മിന്ന നോക്കിയൊരു പ്രവാചകൻ എന്ന നിലയ്ക്കൊരു ദൂത് കൈമാറാ. മരുഭൂമിക്കപ്പുറം നിനക്കൊരു പർവ്വതമായൊരു ഹോരേബുണ്ട്. യെസ്, ഈ പകൽ എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറഞ്ഞു. ആലയത്തിന്റെ മേൽ മരുഭൂമിയുടെ സീസൺ കടിയുന്നു. ഹോരേബ് വെളിപ്പെടുകയാ, ഹോരേബ് വെളിപ്പെടുകയാ. കരമടിച്ചു വായ്കളെ തുറമ. വൈഡമാന ഹർത്തരാധ റീബരം ചവേരധാര വൈഡബാല ചരേതരം ചരാതല ഘടകവേര വച്ച വേരധാര തുരീഖമാന വൈഡമാന ഹർത്തരാധ ശരാതലം ചരേഖമാന വൈഡമാന. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽക്കാലം ധൈര്യത്തോടെ പറ, ഈ മരുഭൂമിയിൽ ഞാൻ ഒതുങ്ങില്ല, ഈ മരുഭൂമിയിൽ ഞാൻ ഒതുങ്ങില്ല. എനിക്കതിനപ്പുറം ചില ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം പറയുന്നു, സീസണുകൾ തിരിയുന്നു കുഞ്ഞ്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ച മരുഭൂമികൾ കഴിഞ്ഞു. ഇനി നിനക്ക് ദൈവം കാണിപ്പാനിരിക്കുന്ന ചില ഹോരേബുകൾ ദൈവം വെളിപ്പെടുത്താൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുക. കരഞ്ഞ രാത്രികൾ തീരുന്നു, കണ്ണുനീരോടെ വിലപിളിച്ച രാത്രികൾ തീരുന്നു, ആശുപത്രി മാറി മാറി ഓടിയ ദിനരാത്രങ്ങൾ തീരുന്നു. ഇന്ന് പകൽ നീ കരഞ്ഞ നിന്റെ ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഈ പകൽക്കാലം മരുഭൂമികൾക്കപ്പുറം ദൈവം ചിലവ് ഒരുക്കിയിട്ടുണ്ട്. ഇത് പ്രസംഗിക്കുമ്പോൾ ചിലരുടെ ഉപജീവന മേഖലകളെ ദൈവം തൊടുക, ചിലവിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ ദൈവം ഈ പകൽക്കാലം തൊടുക. ഈ പകൽ അഭിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി. ഓ ഷാരാബാല വൈഡാമാന ഹർത്താമാന അച്ചാരാബര വൈഡബരഗബ റീബരബച്ച വൈഡാമാന ഹർത്താരാമ റീഖാമാന വൈശാബാല. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ദൈവാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. ചില മരുഭൂമികൾക്കപ്പുറം ദൈവസഭേ നീ കണ്ടിട്ടില്ലാത്ത ചിലവ് കാണുന്ന സീസണുകൾ ദൈവം വെളിപ്പെടുത്തുകയാ. ഈ പകൽ മരുഭൂമിക്കപ്പുറം പിന്നെ ദൈവ കരം പിടിച്ചു നടത്തുകയാ. ഷാരാബാല ഹർത്താമാന വൈഡാമാന ഹർത്താരാബ വൈഡബരം ദുര വൈഡബരഗബ റീബരബച്ചബരം ദുര വൈഡബരം ദര വൈഡ അർത്ഥാമാന അർത്ഥാരേ അദാ ലീഖാമാന വൈഡാമാന. ആ പദം സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ സ്വീകരിച്ചോ. മരുഭൂമിക്കപ്പുറം നിനക്ക് ജീവിതമില്ലെന്ന് വിധി എഴുതിയ, നിനക്കിനി ഒരു ഉയർച്ചയില്ലെന്ന് വിധി എഴുതിയ ചില ലോകം കാണുക ദൈവശ്രേഷ്ഠമായ ചിലവിലേക്ക് നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകുക. ദൈവം കരം പിടിച്ചു കൊണ്ടുപോകുക. ഈ പകൽക്കാലം ദൈവം നിന്റെ കരം പിടിച്ച് ചിലവിലേക്ക് നടത്തി കൊണ്ടുപോകുക. ഈ പകൽ സീസണുകൾ മോശം ഈ പകൽ തിരിയുക. എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരുന്ന ലാഘവത്തിലും കയ്യടിയിലും ഈ പകൽ ഒതുങ്ങരുത്. നിന്റെ ചരിത്രം തിരിക്കുന്ന, നിന്റെ ശുശ്രൂഷയുടെ ചരിത്രം തിരിക്കുന്ന, നിന്റെ സഭയുടെ ചരിത്രം തിരിക്കുന്ന ആഴമേറിയ ദൈവിക ഫലങ്ങൾ. വൈഡാബാല ഹർത്താമാന ശാരാധാര വൈബാരാബ വൈഡാമാന ഹർത്താരാധ റീഖാമാന റിഗാമനാരകൾക്ക് വലിയ ദൈവ സാന്നിധ്യം ചലിക്കുക. ഇന്ന് പകൽ അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ഈ ദൂത് സ്വീകരിച്ചോണം, ഈ ദൂത് സ്വീകരിച്ചോണം. ദൈവം നിന്റെ ചരിത്രം മാറ്റും, ദൈവം നിന്നെ തിരിക്കും. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, കേട്ടോ. നീണ്ട 40 വർഷം മോശയുടെ വാസം കൊട്ടാരത്തിലെ പുത്രിയാമേ ഫറവോന്റെ മകളുടെ മകൻ എന്ന പദവിയിൽ കൊട്ടാരത്തിൽ ലക്ഷൂറിയസ് ജീവിതം. പക്ഷേ കൊട്ടാരവാസം 40 വർഷം കൊണ്ട് തീർന്നപ്പോ പിന്നെ 40 വർഷം മരുഭൂമിയില.
മോശെ കണ്ടവർ പറഞ്ഞു, മോശെ എല്ലാം തകർന്നതാ, ഇനിയൊരു ജീവിതമില്ല, 80 വയസ്സാകാൻ പോകുകയല്ലേ, ഈ മരുഭൂമിക്കകത്ത് നീ തീരു, ഈ ആടുകളെ കൊണ്ട് നീ തീരു, നിന്റെ കുടുംബം ഇതോടെ അവസാനിക്കും. പക്ഷെ വചനം പറയുന്നു, മരുഭൂമിക്കപ്പുറം ആരോ പറഞ്ഞു അമ്പിയർ കോണത്ത് നീ ഒതുങ്ങ്. ആരോ പറഞ്ഞു നിന്റെ സഭ അമ്പിയർ കോണത്ത് തീരു, നിന്റെ ശുശ്രൂഷ അമ്പിയർ കോണത്ത് തീരു. ഇല്ലില്ല, മരുഭൂമിക്കപ്പുറം. തന്റെ ഇടമുണ്ടെങ്കിൽ പിടിക്കുക, തന്റെ ഇടമുണ്ടെങ്കിൽ പിടിക്കുക. ഈ പകൽക്കാലം ഒരു പ്രവാചകമാവ് വൈഡമാന ഹർത്തമാന. ആരോ പറഞ്ഞു RCCക്കകത്ത് നീ തീരും. ആരോ പറഞ്ഞു നിന്റെ കുടുംബം ആ കടം കൊണ്ട് തീരും, ബാങ്ക് ജപ്തി ചെയ്ത് തീരും. ആരോ പറഞ്ഞു നിന്റെ തലമുറയുടെ ഭാവി തീർന്നു പോകും. പക്ഷെ ദൈവം പറയുന്നു, മരുഭൂമിക്കപ്പുറം, മരുഭൂമിക്കപ്പുറം. ചില കെട്ടുകൾ പൊളിയുന്നു, കെട്ടുകൾ പൊളിയുന്നു. ഓ റീബാല ധരഘടക പ്രിയരെ, കൊട്ടാരത്തിലെ ലക്ഷറി 40 വർഷം കൊണ്ട് തീർന്നു. ഹലോ, പിന്നെ 40 വർഷം മരുഭൂമിയാ, 40 വർഷം മരുഭൂമിയാ. മോശ തന്നെ പറയുന്നുണ്ട്, ഏറെയാ 70, അതിൽ കൂടിയ 80 എന്ന് പറഞ്ഞാൽ ഈ മരുഭൂമി കൊണ്ട് ആയുസ് തീരാനാ സാധ്യത. ലോകം മൊത്തം ശക്തനായ കാലഘട്ടത്തിൽ നിൽക്കേണ്ടവൻ, സകല കുഞ്ഞുങ്ങളും നൈലിലെ മത്സ്യങ്ങൾ തിന്നുകളഞ്ഞപ്പോൾ ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നവൻ, കൊട്ടാരത്തിൽ വളർന്നവൻ, വചനം പറയുന്നു മിസ്രൈമിലെ സകല വിദ്യകളും അഭ്യസിച്ചവൻ, ഇന്നതാ മരുഭൂമിയിൽ ഒതുങ്ങുക. ഇമ്മലകളിൽ ആരൊക്കെ ദൈവത്തിന് വേണ്ടി ഓടിയവർ, അധ്വാനിച്ചവർ, കഷ്ടതയുടെ തീച്ചൂളയിലും ദൈവം വളർത്തിയവർ, എവിടെയൊക്കെ ജീവിതത്തിന്റെ മരുഭൂമികൾക്കകത്ത് ഒതുങ്ങിപ്പോയ ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുക, മോശേ മരുഭൂമി അല്ലടാവിന്റെ അവസാനം, അതിനപ്പുറം എനിക്ക് നിന്നോട് കൈമാറാനുണ്ട്. ഈ പകൽ ആത്മാവിൽ പ്രവചിക്കുക, ഈ കാലഘട്ടങ്ങളെ തിരിക്കും, ചില ഈ ആലയത്തും പുറത്തെടുപ്പ്. ഈ പകൽ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ഒരു പദം മാത്രം കരമുയർത്തി പറയാൻ കഴിയുമോ? മരുഭൂമിക്കപ്പുറം ഒരു ഹോരേബുണ്ട്. മരുഭൂമിക്കപ്പുറം ഒരു ഹോരേബുണ്ട്. ഇത് നിന്റെ നാവിൽ നിന്ന് പറയുമ്പോൾ ശത്രു ഭയക്കും, ശത്രു ഭയക്കും. നിന്ദിച്ചവർ കാണെ ദൈവം ചിലരുടെ ജീവിതത്തിൽ ഹോരേബുകൾ വെളിപ്പെടുത്തുന്നു, ഹോരേബുകൾ വെളിപ്പെടുത്തുന്നു. തകർന്നെന്ന് കരുതിയവർ കാണെ, ഇനിയൊരു ജീവിതം ഇല്ലെന്ന് പറഞ്ഞവർ കാണെ ദൈവ ഹോരേബ് വെളിപ്പെടുത്തുന്നു. Sharabala Artabala Artaraba Rikamana Sharabala Vaidabala. കഴിഞ്ഞ ആഴ്ച
ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. കുവൈറ്റിലാണെന്ന് തോന്നുന്നു. അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞ പ്രാർത്ഥനാ വിഷയം ഇങ്ങനെയാ: പാസ്റ്റേ, 5-ാമത്തെ പ്രാവശ്യം OIT എഴുതിയേ. 5 പ്രാവശ്യം OIT എഴുതി, 5-ാമത്തെ പ്രാവശ്യം കിട്ടിയേ. പക്ഷെ എനിക്ക് പോകാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞു. 6 മാസമായിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ജീവിതം മരുഭൂമി പോലെയായി. ഉണ്ടായിരുന്ന ജോലി വിട്ടു, റെസിഗ്നേഷൻ വച്ചിട്ട് നിൽക്കുക. ഇനിയൊരു സ്റ്റെപ്പ് എങ്ങനെ എടുക്കണമെന്നറിയില്ല. പക്ഷെ ദൈവാത്മാവ് അന്ന് ആ വ്യക്തിയോട് പറഞ്ഞൊരു ദൂതുണ്ട്. ദൈവാത്മാവിനോട് പറഞ്ഞു, മരുഭൂമികൾക്കപ്പുറം നിനക്ക് ചിലത് കരുതും. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം എനിക്ക് വേണ്ടി തുറന്നു. ഈ പകൽ അതുപോലൊരു ദൈവത്തിൻ്റെ ഫേവർ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. എല്ലാം ശൂന്യമായി നിൽക്കുന്ന ആരോഗ്യം ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. പുറമെ അഭിനയിച്ചു നിൽക്കുന്ന ആരോഗ്യം ഇതിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാം തകർന്നിരിക്കുന്ന ആരോഗ്യം എന്നെ കേൾക്കുന്നുണ്ട്. ഈ പകൽ ആത്മാവ് പ്രവചിക്കാൻ പറയുക, ഈ മരുഭൂമിക്കകൾക്കപ്പുറം ദൈവം ചിലത് നിനക്കൊരുക്കുന്നുണ്ട്, ചിലത് ഒരുക്കുന്നുണ്ട്. ദൈവദാസന്മാരെ ആത്മാവിൽ പിടിക്കുക, ഒരുക്കുന്നുണ്ട്. ഈ ആലയത്തിൽ കൊണ്ട് നീ ഒതുങ്ങില്ല. നിന്റെ സഭ തീരില്ല, നിന്റെ ശുശ്രൂഷ തീരില്ല, നിന്റെ ദർശനം തീരില്ല. ഇതിനപ്പുറം ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വായിച്ചത് എങ്ങനെയാ? മരുഭൂമികൾക്കപ്പുറം ഹോരേബോളം കൊണ്ടുചെന്നു. ഹല്ലേലൂയ. എന്താണ് ഹോരേബ്? എന്താണ് ഹോരേബ്? അതിൻ്റെ ആഴത്തിൽ നിന്ന് 1-2 വാക്കുകൾ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. മരുഭൂമികൾക്കപ്പുറം ഒരു ഹോരേബുണ്ട്. എന്താണ് ഹോരേബ്? ഹോരേബിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, നിന്റെ നീണ്ട മരുഭൂമി യാത്രകൾക്കകത്ത് നീ കർത്താവിനോട് പ്രാർത്ഥിച്ച് കാണും, കർത്താവേ, ഈ മരുഭൂമിയിൽ ഒന്ന് ഇറങ്ങി വരണേ, എന്നെ ഒന്ന് താങ്ങണേ, എന്നെ ഒന്ന് നടത്തണേ. ആരുമില്ലപ്പാ, ഒറ്റപ്പെട്ടപ്പാ, എല്ലാം തകർന്നപ്പാ, എല്ലാം ശൂന്യമാണപ്പാ എന്ന് കരഞ്ഞ മരുഭൂമികൾക്കപ്പുറം ഹോരേബ് വെളിപ്പെട്ടാൽ, ഒന്നാമത് ഹോരേബിൻ്റെ പ്രത്യേകത, ഇതുവരെ കാണാത്ത ഒരുവനെ കാണുന്ന ഇടം. വചനം പറയുന്നു, മോശ ഹോരേബിലെത്തിയപ്പോ ദൈവത്തിൻ്റെ ദൂതൻ, യഹോവയുടെ ദൂതൻ മോശയുടെ മുൻപിൽ ഇറങ്ങി വന്നു. ഈ പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോ ചിലരുടെ മരുഭൂമികൾക്കപ്പുറം ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. വിശ്വസിക്കാൻ കഴിയുമോ? ഈ പകൽ ദൂതൻ ഇറങ്ങുകട്ടോ. ദൈവത്തിന്റെ ദൂത് ഈ പകൽ ചിലരെ തൊടുകയോ. വൈഡാബാല ഹർത്താബാല വൈഡാബാല ഹർത്താരാബ ചല വൈഡവരന്തുര വൈഡവരകവാരീവര വൈഡ. ഇവിടെ നീ ആരാധിക്കുമ്പോ ഇറങ്ങേണ്ടടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നു. ദൈവത്തിന്റെ ദൂതൻ എന്നോട് ദൈവാത്മാവ് കൃത്യമായി പറയുന്നു, വ്യക്തമായി നിന്റെ മരുഭൂമികളെ തിരിക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ദൂതന്മാർ, ഏഞ്ചലിക് വിസിറ്റേഷനുകൾ നിന്റെ കൂടാരത്തിനകത്ത് സംഭവിക്കാൻ പോകുക, നിന്റെ മിനിസ്ട്രിക്കകത്ത് സംഭവിക്കാൻ പോകുക. നീ ചെമ്മ നിൽക്കുമ്പോ നിന്നെ അല്ല, ദൈവത്തിന്റെ ദൂതന്മാരെ കാണുന്ന ദൈവത്തിന്റെ ഏഞ്ചലിക് പോർട്ടലുകൾ ഈ പകൽ ദൈവം തുറന്നിടുക. ചാബാല ഹർത്താബാല ഹർത്താബാല ഹച്ചര വൈഡ പരന്തര വൈഡ വൈഡാബാല ഹർത്താബാല ഹർത്താബാല ഹർത്താരാബ റീബാരാബ വൈഡപരംദുര വൈഡപരഗബ റീബരവച്ചപരംദര വൈഡ. ആമേ. ഇന്ന് പകൽക്കാലം ഹോരേബിൽ ദൈവത്തിന്റെ ദൂതന്മാരെ കാണാൻ കഴിയും. എന്ത് കാണാൻ കഴിയും? ദൈവത്തിന്റെ ആമേ. നമ്മൾ കാണുന്നത് ആന കുത്താൻ വരുന്നത്, ആമേ പട്ടി കടിക്കാൻ ഓട്ടിക്കുന്നത്.
വിളിക്കാൻ ഒരു ഭാഷയുള്ളതുകൊണ്ട് വിളിക്കാൻ തിരിയണം. നിന്റെ ഭവനത്തിൽ ദൂതന്മാരെ കാണണം. രാമനാഥ, ചിന്തിച്ചിട്ടുണ്ടോ? ദൂതന്മാർ നിന്റെ കൂടാരത്തിനകത്ത് കാണണം. ദൂതന്മാർ നിന്റെ ആലയത്തിനകത്ത് കാണണം. ദൂതന്മാർ നിന്റെ കൂടെ കാണണം. വചനം പറയുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ സേവകാത്മാക്കളായി ദൈവത്തെ അറിഞ്ഞ ദൈവത്തിൻ്റെ മക്കളുടെ കൂടെയുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലേ അറിയാം കണ്ടവരാണെന്ന്. ഇന്ന് പകൽ തിരിയണം. മരുഭൂമി തിരിയണം. ഹോരേബ് വെളിപ്പെടണോ? ദൂതനിറങ്ങണം. ചരിത്രം തിരിയണോ? ദൂതനെ കാണണം. പാസ്റ്ററെ കാണാൻ വന്നിട്ട് കാര്യമില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ ദിവസം പ്രസംഗിക്കാൻ പോയി എടുത്തും പറഞ്ഞു, സബിൻ പാസ്റ്ററെ കണ്ടിട്ടൊന്നും കാര്യമില്ല, സഭയിലെ പാസ്റ്ററെ കണ്ടിട്ടൊന്നും കാര്യമില്ല. ദൈവത്തിൻ്റെ ദൂതനെ കാണണം. ദൈവത്തെ കാണണം. ദൈവത്തിൻ്റെ മഹത്വം കാണണം. ഞാൻ കൊതിക്കുന്നു, ആലയത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ. കുടുംബങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ. നിന്റെ വാഹനത്തിനകത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങട്ടെ. ഈ പകൽക്കാല ലൂസ് ദേശത്തൊരു അത്ഭുതം സംഭവിച്ചു എന്നറിയാമോ? ആമേ, സ്വർഗത്തോളം എത്തുന്ന ഒരു വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ദൂതന്മാരിറങ്ങിയാലേ നിന്റെ അഭിനയമൊക്കെ അങ്ങ് മാറും. നിന്റെ പരിപാടികളൊക്കെ അങ്ങ് മാറും. പുറമേയുള്ള വിശുദ്ധികളൊക്കെ അങ്ങ് മാറും. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ എൻകൗണ്ടർ വന്നാൽ നീ പഴയതുപോലെ വരില്ല. പഴയതുപോലെ ആരാധനയ്ക്ക് വരില്ല. പഴയതുപോലെ ലാഘവത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വരില്ല. പഴയതുപോലെ വന്നിരിക്കില്ല. നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. ഞാൻ കൊതിക്കുന്നു തലമുറകളുടെ ജീവിതത്തിനകത്ത് ദൂതന്മാരുടെ വിശുദ്ധേശ്വരകൾ. ഏതു രാജ്യത്തിരുന്ന് ഈ സന്ദേശം കേട്ടാലും ഒന്ന് പ്രാർത്ഥിക്ക്. ഈ പകൽ നിന്റെ കൂടാരത്ത് ശാരാബാല ഹർത്തബാല വൈഡബാല അർത്ഥബാല വൈഡരാധ രാധലച്ചരേദലംധ. We welcome you angels. We welcome you angels. ഇന്ന് പകൽ ഞങ്ങളുടെ ബുദ്ധിയല്ല ജ്വലിക്കേണ്ടത്, ഞങ്ങളുടെ ശക്തിയല്ല ജ്വലിക്കേണ്ടത്. പരിശുദ്ധാത്മാവേ, ദൈവിക ദൂതന്മാരെ ഈ ആലയത്തിനകത്ത് ചലിക്കണം. ഇതിനകത്ത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടണം. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടണം. ഞങ്ങൾ ഈ പകൽക്കാലം കുറയട്ടെ. വചനം പറയുന്നു, ഹോരേബിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഹോരേബിൽ മോശ എത്തിയപ്പോൾ വചനം പറയുന്നു, യഹോവയുടെ ദൂതൻ മോശയുടെ മുൻപിൽ മുൾപടർപ്പിൽ ഇറങ്ങി വന്നു. ഈ പകൽ വിശ്വസിക്കാമോ? നീ കാണാത്ത ചില എൻകൗണ്ടറുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണും. കാണാത്ത ചില ദൈവമഹത്വം ആരോ കണ്ടു പഴകിയതല്ല, ആരോ പ്രസംഗിച്ചു പഴകിയതല്ല, ഏതോ പ്രവാചകൻ പറഞ്ഞതല്ല. ഈ പകൽ ആര് കാണാത്ത എൻകൗണ്ടർ, സത്യമായ ദൈവത്തെ കാണുന്ന യാഥാർത്ഥികമായി അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് നിന്റെ ചരിത്രം തിരിയണോ? ദൂതനിറങ്ങണം. നിന്റെ കെട്ടുപൊട്ടണോ? ദൂതനിറങ്ങണം.
നിന്റെ ചങ്കല അടിഞ്ഞു വീഴണോ? ദൂതനിറങ്ങണം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാ. നിന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ സ്വയമേ തുറന്നു വരണോ? ഇന്ന് പകൽക്കാലം ദൂതനിറങ്ങിയാ മതി. ദൂതനിറങ്ങണമെങ്കിൽ നീ ഒന്ന് ഇരിക്കേണ്ടവണ്ണം ഇന്നുകെടുക്ക്. ദൈവം ഇറങ്ങുന്ന സ്ഥലം വിശുദ്ധമാണ്. Let it be holy. Let it be holy. പ്രിയരെ, പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്. വാ തുറന്നാൽ നാട്ടുകാരുടെ കുറ്റം മാത്രമേ പ്രവചിക്കൂ. നാട്ടുകാരുടെ കുറ്റം മാത്രമേ പ്രവചിക്കുള്ളൂ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോൾ ബൈനോക്കുലറും കൊണ്ടാണ് പോകുന്നത്. ഹലോ, ആരുടെയെങ്കിലും കുറ്റമിരിക്കുന്നെങ്കിൽ കണ്ട ഉടനെ ആലയത്തിന് വെളിയിറങ്ങി നമുക്ക് പ്രവചനമാണ്. ഒരുവൻ്റെ പ്രവചനം കേൾക്കണോ? അകർത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ ദൈവമാരെന്ന് ഭയങ്കര പ്രവചനമാണ്. പക്ഷെ 6-ാം അധ്യായം എത്തിയപ്പോൾ അവൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ദൂതൻ്റെ കയ്യിൽ തീ ഉണ്ടായിരുന്നു. അതുവരെ നാട്ടുകാരുടെ കുറ്റം പ്രവചിച്ചവൻ്റെ നാവിൽ ആ തീ വീണു. തീ വീണതും പ്രവാചകന്റെ പ്രവചനം മാറി. അയ്യോ, ദുഷ്ടഹൃദയമുള്ള ഒരു മനുഷ്യൻ, ഇന്ന് പകൽ ദൈവം നിന്നെ തൊട്ട. അടുത്തിരിക്കുന്നവന്റെ കുറ്റമല്ല, നിന്റെ കുറ്റം. ഈ പകൽ ചരിത്രം തിരിയണോ? നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ കുറ്റം പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കട്ടെ. അർത്ഥബാല വൈഡബാര ഹർത്തരേദലം ശബാര വൈഡബാര ഹർത്തരാദലം ശബാര ഘടകബാര റീബരച്ച വേരദാര ഘടകവേര ധാരദാര ആറാബാലാദ വൈഡബാല ഹർത്തലാദലം ശബാര. പ്രിയരെ, ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിന്റെ ദൂതൻ അവനെ തൊട്ടപ്പോൾ, അവന്റെ തെറ്റവന് മനസ്സിലായപ്പോൾ അവിടം കൊണ്ട് തീർന്നില്ല. അവൻ കണ്ട കാഴ്ച സ്വർഗം തുറക്കുന്നതാണ്. ഇന്ന് പകൽക്കാലം ആമേൻ, എല്ലാവരും ഇതിനകത്തില്ലേലും കുടുംബത്തിനകത്തുള്ള ഒന്നെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാ. നിന്റെ അകത്യത്തെ ദൈവം ഇന്നു പകൽ ഉണർത്തുമ്പോൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച ഈ പകൽ തുറക്കുന്നത് ഏതോ ലോകത്തിന്റെ വാതിലല്ല, ദൈവത്തിന്റെ വാതിൽ, സ്വർഗീയ കവാടം. സ്വർഗം തുറക്ക്, സ്വർഗം തുറക്ക്. സാറാബുകളിൽ ഒരുവൻ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, ഹീസ് ഹോളി, ഹോളിയുള്ളോ അവൻ പരിശുദ്ധനെന്ന് ആർത്തതുപോലെ ഈ പകൽ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവസഭേ, ഈ പകൽക്കാല ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, കാലഘട്ടം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക്, യുഗം അതിന്റെ അവസാന സെക്കൻഡുകൾ ഓടി തികയ്ക്കുമ്പോ ഈ പകൽക്കാല ജീവിത വിശുദ്ധി കാക്കാ, ദൈവിക പ്രമാണത്തിൽ നിൽക്കാ. ഈ പകൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ചിലവ് കൈവ അന്നവന്റെ അടുത്തിരിക്കുന്നവന്റെ കുറ്റമല്ല ഈ പകൽ നമ്മുടെ അകർത്യങ്ങൾ. ഈ പകൽ പരിശുദ്ധാത്മാവിനോട് പറ, അപ്പോ നീ എന്നെ ഓർമ്മപ്പെടുത്തണേ. ഈ പകൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ, ദൈവത്തിന് നിന്നെ വേണമെങ്കിൽ ഈ പകൽക്കാലം നിന്റെ നാവ് വിശുദ്ധമാകണം, നിന്റെ ജീവിതം വിശുദ്ധമാകണം. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറണമെങ്കിൽ നിന്റെ ജീവിതം വിശുദ്ധമാകണം.
വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. IC വാർഡിൽ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഒരു പിതാവ് കരയുകയാണ്. ആ പിതാവ് കരയുന്ന സമയത്ത് താൻ അടുത്തു പോയപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ആമേ തന്നോട് പറഞ്ഞെന്നാ താൻ പറഞ്ഞത്. ദൈവം പറഞ്ഞു, ഈ പിതാവ് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയൊരു തെറ്റ് ചെയ്തു. അപ്പച്ചന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം പറയുന്നു, നീ പറഞ്ഞ തെറ്റേറ്റു പറഞ്ഞാൽ നിന്റെ മരണക്കിടക്ക ഞാൻ മാറ്റി എഴുതാം. ഹല്ലേലൂയ. ആ പിതാവ് മറന്നുപോയി. പിതാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്തൃദാസൻ ആത്മാവിൽ വെളിപ്പെടുത്തി, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ആലയത്തിൽ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയോട് നീ പുറത്തിറങ്ങിയപ്പോ നീ പറഞ്ഞ വാക്ക് ദൈവസന്നിധിയിൽ അനീതിയായി കിടക്കുക. ഹലോ, ശ്രദ്ധിക്കണേ. ഒരു ചെറിയ വാക്ക് അനീതിയായി കിടക്കുക. ആ മനുഷ്യൻ അത് കേട്ടതും പൊട്ടിക്കരഞ്ഞിട്ട് ദൈവദാസനോട് പറഞ്ഞു, കർത്താവേ, ദൈവദാസനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഇവിടം എഴുന്നേറ്റാൽ ഞാൻ ആദ്യം അവൻ്റെ വീട്ടിൽ പോകും, അവനെ കണ്ട് ഞാൻ ക്ഷമ പറയും. ആ ഒറ്റ വാക്കി പ്രാർത്ഥിച്ചു. ആ മരണക്കിടക്ക മാറി. താൻ പോയി ക്ഷമ ചോദിച്ചു. കേൾക്കണോ? 5 വർഷം ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഒരു ദൈവ മനുഷ്യൻ പറഞ്ഞ അനുഭവമാ. ഈ പകൽക്കാലം ദൈവത്തിന് വലുത് നിന്നെയാണ്. ദൈവത്തിന് വലുത് നീ മിഥ്യഭയത്തണമെന്നാണ്. അതിനെന്ത് ചെയ്യണം? നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ആലയത്തിനകത്തിരുന്ന് കമൻട്രി പറയല്ലേ, വീട്ടിൽ പോയി കമൻട്രി പറയാൻ നിൽക്കരുത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആരെയും പറ്റി ദോഷമായി ഒന്നും പറയരുത്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നന്മ ചെയ്തിട്ട് നിങ്ങൾ നന്മ ചെയ്താൽ എന്ത് പ്രയോജനം? തിന്മ ചെയ്തവർക്ക് നീ നന്മ ചെയ്യ. ആർക്ക്? തിന്മ ചെയ്തവർക്ക് നീ നന്മ ചെയ്യ. അത് കർത്താവിന്റെ സന്നിധിയിലെത്തും. ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? യെശയ്യാവ് അവന്റെ മാവിനെ തന്നെ വിശുദ്ധീകരിച്ചപ്പോൾ, അവന്റെ പാപമേറ്റു പറഞ്ഞപ്പോ ദൈവത്തിന്റെ സ്വർഗം തുറന്ന് ഡിവൈൻ റെവലേഷനുകൾ ദൈവം കൊടുത്തു. പ്രിയരെ, ഈ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിനകത്തുള്ള വേദപുസ്തകമാണ് യെശയ്യാവിന്റെ പ്രവചനം. ഹലോ, 66 പുസ്തകങ്ങൾ ഉള്ളതുപോലെ 66 അധ്യായങ്ങളുണ്ട്. 39 പഴയ നിയമങ്ങൾ പോലെ 26 പുതിയ നിയമങ്ങൾ പോലെ. ഹല്ലേലൂയ. ആമേൻ. 27 പുതിയ നിയമ പുസ്തകങ്ങൾ പോലെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയും. 39 അധ്യായം കൊണ്ട് പഴയ നിയമം അവസാനിപ്പിച്ചതുപോലെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രവചനങ്ങൾ മുദ്രയിടുകയാ. ഹലോ, പുതിയ നിയമം തുടങ്ങുന്നത് പോലെ കർത്താവിന്റെ ജനനം തൊട്ട് മശിഹയുടെ മടങ്ങി വരവ് വരെ പുതുനിയമ ആധികാരികമായി എഴുതാൻ കാരണമെന്ന് ദൂതനിറങ്ങിയവ ഈ കാലഘട്ടത്തെ ചലിപ്പിക്കണോ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്ന എൻകൗണ്ടറുകൾ. ഈ പകൽ നമ്മുടെ പേര് കട്ടൗട്ടി വരാനല്ല, നമ്മൾ ആരോ ആണെന്ന് കാണിക്കാനല്ല, എത്രയോ വലിയ നന്മകൾ ലഭിച്ചെന്ന് കാണിക്കാനല്ല. ഈ പകൽക്കാലം നിന്നിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന ചരിത്രങ്ങൾ തിരിച്ചറിയുന്ന, കാലഘട്ടങ്ങൾ തിരിച്ചറിയുന്ന ലെവലിൽ നിന്റെ ജീവിതത്തെ തിരിക്കുക. ഈ പകൽ എന്ത് വേണം? നിന്നിൽ ഹോരേബ് വെളിപ്പെടണം. നിന്നിൽ ഹോരേബ് വെളിപ്പെടണം. ഹോരേബ് വെളിപ്പെട്ട ഇതുവരെ കാണാത്ത ദർശനങ്ങൾ നീ കാണുക. ഇതുവരെ കാണാത്ത ആത്മാവിന്റെ തലങ്ങൾ ദൈവാത്മാവ് നിന്നിലൂടെ ചെയ്യിക്കുക. ഇതുവരെ കാണാത്ത ശുശ്രൂഷ ദൈവം നിന്നിലൂടെ പുറത്തെടുക്കുക. ഈ യെശയ്യാവാണ് പോയിട്ട്
പറയുന്നത്, നീ കുടുംബകാര്യം നീ തട്ടിപ്പോകും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മരണഡേറ്റ് പോലും ആത്മാവിൽ കർത്താവിൽ നിന്ന് സ്വീകരിച്ച് കൈമാറാൻ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചൊരു മനുഷ്യൻ എന്തുകൊണ്ട് സംഭവിച്ചു? ദൂതനിറങ്ങിയപ്പോൾ അവൻ്റെ പാപം അവൻ ഏറ്റുപറഞ്ഞു. ചരിത്രം തിരിയണോ? നിന്ന മാറണോ? അപമാനം മാറണോ? ഇതുവരെയും വെളിപ്പെടാത്ത മഹത്വം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടണോ? ഒന്ന് ചെയ്താൽ മതി, ദൂതനിറങ്ങിയാൽ മതി. ഇസ്രായേലിൻ്റെ അടിമനുഖത്തെ പൊളിച്ചത് അന്ന് ദൈവത്തിൻ്റെ ദൂതനിറങ്ങി മോശയോട് കൈമാറിയ ചില കൈമാറ്റങ്ങളാണ്. ഇന്ന് പകൽക്കാലം ദിനരാത്രങ്ങൾ അവർ ചുറ്റി നടക്കുകയാണ്. മരണം മുന്നിൽ കാണുമ്പോൾ എല്ലാം തകരുമെന്ന് ചിന്തിച്ചപ്പോൾ വചനം പറയുന്നു, മോശയോട് പറഞ്ഞു, മോശേ നീ ഒരു വടിയെടുത്ത് ആ പർവ്വതത്തിലൊന്ന് അടിക്ക. ഹോരേബിന്റെ രണ്ടാമത്തെ പ്രത്യേകത, കാലങ്ങൾക്ക് മുമ്പ് അല്ല ഇസ്രായേൽ ജനം അടിമവാസത്തിൽ പോകുന്നതിന് മുമ്പ് അല്ല, യോസേഫ് പൊട്ടക്കിണറിൽ വീഴുന്നതിന് മുമ്പ് അല്ല, ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം ഇസ്രായേലിന് വേണ്ടി ഒരുക്കിയിരുന്ന ഹോരേബിന്റെ പർവ്വതത്തിനകത്ത് ദൈവം ഒരുക്കിയിരുന്ന ജലത്തെ പുറത്തു കൊണ്ടുവന്ന ഇടമാണ് ഹോരേബെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം നീ ജനിക്കുന്നവന് മുമ്പ് അല്ല നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ല ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി കരുതിയ കരുതലുകൾ നിന്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഇടമാണ് ഹോരേബെങ്കിൽ ഈ പകൽ ഞാൻ പ്രവചിക്കുക. കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഈ സഭ തുടങ്ങുന്നതിന് മുമ്പ് അല്ലല്ല, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് പിന്നെ വളർച്ചയ്ക്ക് ആവശ്യമായ ദൈവം ഒരുക്കി വച്ചിരുന്ന ഫിലമിനെ ഈ പകൽ ദൈവം തൊടുകയ. ദൈവം തൊടുന്നു കേട്ടോ, തൊടുന്നു. ഇതുവരെ കാണാത്ത ചില നന്മകൾ കാണാ. ദൈവസഭ ഒരുങ്ങിക്കോ. ഇതുവരെ കേൾക്കാത്ത ചില ദൈവ ശബ്ദം കേൾക്കാ. ദൈവസഭ ഒരുങ്ങിക്കോ. ഇതുവരെ ഓ ശാരാബാല വൈഡവരം ദുര വൈഡവരകവാർ ഈ വരവച്ചവരം ദര വൈഡ ശാബാര വൈഡമാന അർത്ഥരാബ. പ്രിയരെ, ഇന്ന് പകൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. പിടിക്കാൻ കഴിയുമെങ്കിൽ ദൂത് പിടിച്ചോണം കേട്ടോ. ഇന്ന് പകൽ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ദൂത് ഞാൻ പിടിക്കും. ആമേ. വചനം പറയുന്നത് എങ്ങനെയെന്നറിയാമോ? ഹോരേബിന്റെ താഴ്വാരത്തിൽ ഒരു വലിയൊരു പാറയുണ്ടായിരുന്നു. പാറ എന്നുണ്ടായതാ? അടിമ വീടായ മിസ്രൈമിൽ കിടന്നപ്പോൾ ഉണ്ടായതാണോ? ഹലോ, ഉണ്ടായതാണോ? അല്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി പാറ കാണും. ഹലോ, പാറ എന്നുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ നിറഞ്ഞുകൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. അതുപോലെ ഹോരേബിന്റെ അടിവാരത്തിലുള്ള പാറ വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ ഭൂമിക്ക് ദൈവ പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവ അടിസ്ഥാനമിട്ട് ആദാമിനെ ഹവ്വയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അനാദിയിൽ ഈ പാറയെ ദൈവം സൃഷ്ടിച്ചു. എന്തിനെന്നറിയാമോ? കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ജനം മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലാതെ വരും. അന്ന് കുടിപ്പാൻ വെള്ളത്തിന് വേണ്ടി യുഗായുഗങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ്, കാലത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് എൻ്റെ ദൈവം സൃഷ്ടിച്ച പാറ ഈ പകൽ ദൈവാത്മാവ് പ്രവചിക്കുക. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി ഇമ്മലയല്ല യുഗങ്ങൾക്ക് മുമ്പ് ദൈവം ഒരുക്കിയ കാണാൻ റെഡിയായിക്കോ. 2025 ഈ കാണാൻ റെഡിയായിക്കോ. ചില ദൈവമകത്ത് പുറത്തു വരുമവ.
ചബാര ചവേരധാര. ഇപ്പകൾ പിടിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ പിടിച്ചോ. വ്യക്തമായി എന്നോട് എഴുതി കാണിക്കുക. 17 രാജ്യങ്ങൾ, 17 രാജ്യങ്ങൾ. നിന്റെ പിതാവിന്റെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഭൂമിയുടെ അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവം നിനക്ക് വേണ്ടി കരുതിയ ചില പാറകളെ ഈ പകൽ ദൈവം തൊടും. 17 രാജ്യങ്ങളുടെ നന്മകൾ, 17 രാജ്യങ്ങളുടെ നന്മകൾ ആലയത്തെ തേടി വരുന്നു. അഭിഷിക്തന്മാരെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഈ പകൽ നിങ്ങൾ വേണ്ടെങ്കിൽ ഈ ദൂത് ഞാൻ സ്വീകരിക്കുക. 17 രാജ്യങ്ങളുടെ നന്മകൾ, 17 രാജ്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനവിടെ അടുത്ത് മീറ്റിങ്ങിന് പോയി. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട്, ദൈവദാസനോട് പ്രവചിക്കാൻ പറഞ്ഞു. 18 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് ഇതാ നിറവേറ്റാമോ. ഇത് ഞാൻ പ്രവചിച്ചു. ദൈവദാസൻ ഇരുന്ന ഇരിപ്പിൽ കസേരയെന്ന് മുട്ടുകുത്തി വാവിട്ട് കരയാൻ തുടങ്ങി. ആമേ, പ്രാർത്ഥന കഴിഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ കാറിലേക്ക്, നല്ല മഴയായിരുന്നു, തിരിച്ച് ആ ദൈവദാസൻ്റെ മൂത്ത മകൻ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡറാണ്, തന്നെ എൻ്റെ കാറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ് പറഞ്ഞത് സത്യ, പാസ് പറഞ്ഞത് സത്യ. എൻ്റെ പിതാവ് ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് 18 വർഷമായി. ഈ വർഷം 18ാമത്തെ വർഷമാണ്. ഞാൻ വണ്ടറായി. പക്ഷെ ദൈവാത്മാവ് എന്നോട് എഴുതി കാണിച്ചു, 18 വർഷം മുമ്പ് നിന്റെ പിതാവ് കേട്ട ദൈവശബ്ദം നിന്നിലൂടെ ദൈവം നിറവേറ്റും. അതുപോലെ ദൈവാത്മാവ് എന്നെ എഴുതി കാണിക്കുക. വേണമെങ്കിൽ പിടിച്ചാൽ, ഇല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ വയ്ക്കുക. ആത്മാവിൽ സ്വീകരിച്ച് നിൽക്കുക. 17 രാജ്യങ്ങൾ, 17 രാജ്യങ്ങൾ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വച്ചല്ല, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വച്ചല്ല, ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ദൈവ കരുതിയ ചില കുറ്റവിധികൾ, ചില ഭണ്ഡാരങ്ങൾ, ചില കരുതലുകൾ ദൈവമേ ഒരു തീ വന്ന് വീഴുന്നു. ചിലവിന്റെ ശരീരത്തിനകത്ത് ഒരു തീ. ഭാഷകൾ മാറുന്നു, ഭാഷകൾ മാറുന്നു. ഓ റീബാരാബ വൈഡപരംതര വൈഡപരഗബ റീബരവച്ചവരംതര വൈഡ. അർത്വാബാല ഹർത്വാബാല ഹർത്വാരാവ വൈഡപരഗബ റീബരവച്ചവരംതര വൈഡപരഗബ അർത്വാരാവ റീബാരാബ വൈഡാരാധ അത്തുര വൈഡപരംതര വൈഡപരംതര വച്ചവരംതര വൈഡ വൈഡാബാല ഹർത്വാരാബ റീബാരാബ ശാരാധാര ധീരാബാല. റെക്കോർഡിംഗ് ആണോ? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഷാബാരാധാര
രാജ്യങ്ങൾക്കപ്പുറം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ 2 പദമേ ഉള്ളൂ ആയിരിക്കുക. ഭയപ്പെടണ്ട. ഓ ശാരാധാര വൈഡാബാല വൈഡബരം ദുര വൈഡബരഗബാ റീബരവച്ചബരം ദര വൈഡബരഗബ അർത്ഥാരാബാ റീബാരാബാ റീബാരക്ഷബാല ഘടക ഭേരവച്ച പിടിക്കു കുഞ്ഞ്. നിന്റെ ചരിത്രം തിരിക്കാനുള്ള ചിലവ് ദൈവം നീ ജനിക്കുന്നതിന് മുമ്പ്, ഈ കാലഘട്ടത്തിൽ യുഗത്തിന് മുമ്പ് എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കും അടക്കാൻ കഴിയാത്ത ചില മീനൊഴുക്കുകൾ എന്റെ ദൈവം ഈ പകൽ വൈഡാബാല ഹർത്താബാല ഫിലബിന്റെ നാവ് തൊടുകയ ചില കോണ്ടിനെന്റുകളുടെ ഭാഷകൾ ഫിലബിന്റെ നാവിൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോ നാവിന്റെ കെട്ട് ഞാൻ അടിച്ചു പ്രാർത്ഥിക്കുക. പൊട്ടന പോലെ പ്രാർത്ഥിക്കുക, പൊട്ടന പോലെ പ്രാർത്ഥിക്കുക, പൊട്ടിയ പോലെ ഇത് ഏറ്റെടുക്കുക. ചരിത്രം തിരിയും, ചരിത്രം തിരിയും. നിന്റെ തലമുറകൾ അത് കാണൂ, നിന്റെ കുടുംബം അത് അനുഭവിക്കുക. രാജ്യങ്ങളുടെ നന്മകൾ ഇന്നത്തെ വൈഡവാല ഹർത്തരാബല ചവാര ധാരധാര വൈഡാരാധ റീബലച്ച വേരധാര ധാരധാര വൈഡമാന ഹർത്തലാദ ലീദലച്ച വേരധാര. Yes, yes, Ribalaba. തൊടണമപ്പ, തൊടണം. ഈ പകൽ പട്ടണങ്ങളുടെ അല്ല, രാജ്യങ്ങളുടെ ഭാഷകൾ രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്ന കോണ്ടിനെന്റുകളെ ഷേക്ക് ചെയ്യുന്ന അഭിഷിക്തന്മാർ എഴുന്നേൽക്കട്ടെ, അഭിഷിക്തമാർ എഴുന്നേൽക്കട്ടെ. ഈ പകൽ അപ്പന് കൊടുക്കാൻ കഴിയാത്തത്, അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാത്തത്, ഉലകത്തിൽ ആർക്കും കൊടുക്കാത്ത കഴിയാത്ത അർഹതയില്ലാത്ത ഉയർച്ചകൾ ഷാബാറാബ. ഹൃദയത്തിന്റെ ആഴത്തിൽ തൊട്ട് ഞാനൊരു ദൂത് കൈമാറാം. ഈ ഞായറാഴ്ച എല്ലാ ഞായറിനെ പോലെ അല്ല. പ്രാപിച്ചു പോകുന്നത് കൊണ്ടുടച്ചു കളയരുത്, ഉടയ്ക്കരുത്. ബലൂണ് വീർപ്പിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ കൊത്തിപ്പൊട്ടിച്ച് കളയുന്നത് പോലെ ആകരുത്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഒന്ന് ഉയർത്തിയാട്ടെ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നത് നിർത്ത്, നിർത്ത്, നിർത്ത്. എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ആശയമുണ്ട്. 21 ഉപവാസ പ്രാർത്ഥന നമ്മൾ ശക്തന്മാരായ ദൈവദാസന്മാരെ വിളിച്ചൊക്കെ നടത്തും. പക്ഷെ ദൈവാത്മാവിനോട് പറഞ്ഞു, അതുപോലെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ അന്യഭാഷകളിൽ മാത്രം പ്രാർത്ഥിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? രാവിലെയും വൈകിട്ടും മലയാളമൊന്നുമില്ല, പ്രാർത്ഥിച്ചു തുടങ്ങുന്ന അന്യഭാഷയിൽ, തീരുന്നത് വരെ അന്യഭാഷ. ആ തലത്തിൽ ആത്മാവിൻ്റെ നദി ഒഴുകണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ?
പകൽ ഞാൻ വേറൊരു കാര്യം പറയാം. അത് ദൈവം തന്നൊരു ദർശനമാണ്. പക്ഷെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുക. ആമേ. ഇന്ന് തന്നെ ഞാൻ ഈ വർഷം തന്നെ 1-2 കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഓട്ടുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവം അനുവദിച്ചാൽ നടക്കും. ഞാൻ നിങ്ങളെ ജീവിതത്തെ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കുറഞ്ഞതൊരു 40 മിനിറ്റെങ്കിലും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. മലയാളം വേണ്ട, മുഴങ്ങാൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ദൈവം തന്ന ഭാഷയിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? 40 മിനിറ്റ് കഴിയുമ്പോൾ പതിയൊന്ന് സൈലൻ്റ് ആകണം. എന്നിട്ട് ആ വാ നിർത്താതെ ഒന്ന് മലയാളത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. കണ്ണടച്ച് ഏകാഗ്രമായി മലയാളത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിന്റെ വാക്കിൻ്റെ ഭാഷകൾ മാറും. നീ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ മാറും. നിന്റെ ഹൃദയത്തിൽ വരുന്ന വാക്കായിരിക്കില്ല നീ പുറത്തു പറയുന്നത്. നീ പറയുന്ന ഭാഷകൾ, മലയാളത്തിൽ പറയുന്ന സെന്റൻസുകൾ, നേരത്തെ പ്രാർത്ഥിച്ചില്ലേ അന്യഭാഷ, അതിൻ്റെ ഇന്റർപ്രട്ടേഷനുകളായിരിക്കും, അതിൻ്റെ വ്യാഖ്യാനങ്ങളായിരിക്കും. അത് മുന്നിൽ വെളിപ്പെട്ട നിന്റെ ചരിത്രം മാറും. ഞാനിപ്പോ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിനെയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പണ്ട് കാലത്ത് അഭിഷിക്തന്മാരുണ്ടായിരുന്നു. പ്രവചിക്കമേ അന്യഭാഷയിൽ പറയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് തനത് ഭാഷയിൽ വ്യാഖ്യാനിക്കുന്നവർ ഇന്ന് സഭയിൽ കുറഞ്ഞു. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. എന്തിനു വേണ്ടി? യുഗങ്ങൾക്ക് മുമ്പ് ദൈവമൊരുക്കിയ ചില ഹോരേവുണ്ട്, ദൈവമൊരുക്കിയ ചില പാറയുണ്ട്. അത് നീ പ്രാർത്ഥനയിലൊന്ന് തൊട്ടാൽ വചനം പറയുന്നു, ദൈവം അന്ന് തുറന്ന നീരൊഴുക്ക് അവർ മരുഭൂപ്രയാണം തീരുന്നത് വരെ വറ്റിപ്പോയില്ല. ഇന്ന് പകൽ നിന്റെ ആയുസ് അവസാനിക്കുമ്പോൾ വരെ വറ്റാത്ത ചില നീരൊഴുക്കുകൾ എന്റെ ദൈവം നിനക്ക് തുറന്നു വരാം. ഹല്ലേലൂയ. ആഗ്രഹമില്ലേ? നിങ്ങളുടെ മക്കൾ പറയണമെന്ന് ആഗ്രഹമില്ലേ? എൻ്റെ വലിയപ്പച്ചൻ്റെ കാലത്ത് ദൈവം തുറന്നതാ. ഇന്ന് ഞാൻ കുടിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇല്ലായ്മയിൽ എൻ്റെ അമ്മയും ഒപ്പനും പ്രാർത്ഥിച്ചതാ, അവർക്ക് വേണ്ടി ദൈവം തുറന്നതാ. അതിന് ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അതല്ലേ പ്രിവിലേജ്? അതുകൊണ്ടല്ലേ 118 ദൈവദാസൻ പ്രായം വായിച്ചപ്പോ എന്റെ ഹൃദയത്തിനകത്ത് ഈ വചനം കയറി കത്തുക. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷം നീതിമാന്റെ കൂടാരത്തിലുണ്ട്. ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ കാലഘട്ടത്തിൽ ഞാൻ ചലഞ്ച് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിന്നിൽ ഹോരേബ് വെളിപ്പെടുമ്പോൾ ആരും കാണാത്ത ചില നീഴൊഴുക്കൊഴുകാൻ തുടങ്ങും. നിന്റെ തലമുറ കൊണ്ട് തീരില്ല, തലമുറ അനുഭവിക്കും. ആമേ. ഹോരേബിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൂതനിറങ്ങുന്നതാണ് ഹോരേബ്. രണ്ടാമത്തെ പ്രത്യേകത അസാധാരണമായ കരുതലിൻ്റെ ഇടമാണ് ഹോരേബ്. വേഗത്തിൽ പോകട്ടെ, 1-2 പദങ്ങൾ മാത്രം പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. മൂന്നാമത്തെ പ്രത്യേകത, മരുഭൂമികൾക്കപ്പുറം ഹോരേബ് വെളിപ്പെട്ട മൂന്നാമത്തെ പ്രത്യേകത, ദൈവം മോശയോട് പറഞ്ഞു, മോശേ ഈ ജനത്തെ വിശുദ്ധീകരിക്കണം, ഇവർ 3 ദിവസം വിശുദ്ധരായിരിക്കണം. ആമേ. അങ്ങനെയാണ് വചനം പറയുന്നത്. അവിടെ വസ്ത്രം പോലും അലക്കി അവർ വിശുദ്ധരായി മാറി. മോശയോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ നീ ആ മലയിൽ കയറി വരണം. ഒറ്റ മനുഷ്യർ ഈ മലയെ തൊടരുത്. ഈ പർവ്വതത്തെ തൊട്ടാൽ തൊടുന്നവനെല്ലാം വീഴും. മോശ പർവ്വതത്തിൽ കയറി പോകുമ്പോൾ കേട്ടോ, ഹോരേബിൽ സീനായി മലയിൽ കയറി പോകുമ്പോൾ
സീനായ് പർവ്വതത്തിന്റെ മറ്റൊരു പേരാണ് ഹോരേബ്. ഹോരേബ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുമ്പോൾ, മോശ കയറിപ്പോകുന്ന സമയത്ത് കേട്ടോ, ഇസ്രായേൽ ജനം മുഴുവനും നോക്കിയിരിക്കുമ്പോ ആകാശത്തുനിന്നൊരു തേജസ് മോശ കയറിപ്പോയ മലയിൽ ഇറങ്ങി വന്നു. ഈ തലമുറയിൽ നീ ദൈവത്തിന് വേണ്ടി പുൽപ്പറ്റി നിൽക്കുമ്പോൾ, നീ ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, ലോകമല്ല ദൈവം ഇറങ്ങി നിൽക്കും. ദൈവം ഇറങ്ങി നിൽക്കും. വേഗത്തിൽ പോട്ടെ. ആ മലയിൽ കയറിപ്പോകുമ്പോ ദൈവത്തിന്റെ തേജസ് മോശയെ വന്നു മൂടിയിട്ട്, മോശയുടെ അടുക്കൽ ദൈവ സാന്നിധ്യം വന്നിരുന്നിട്ട്, മോശയുടെ അടുക്കലിരുന്ന് ദൈവമുണ്ടാക്കിയ കൽപ്പനയിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് ദൈവം അവന് കൽപ്പന എഴുതി. ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പന മോശയുടെ കയ്യിൽ കൈമാറിയിട്ട് മോശയോട് പറഞ്ഞു, മോശേ, ഈ കൽപ്പലക എനിക്കും നിനക്കും തമ്മിൽ നിയമമായിരിക്കുക. ഇറ്റ്സ് എ കവനന്റ് ഫോർ us. എന്ത്? എനിക്കും നിനക്കും തമ്മിൽ ഒരു നിയമം. ഹോരേബ് വെളിപ്പെട്ടാൽ ദൈവം ചില ഉടമ്പടികൾ സ്ഥാപിക്കും. അബ്രഹാമിനോട് ചെയ്തൊരു ഉടമ്പടിയുണ്ട്. അബ്രഹാമേ, ഞാൻ നിന്റെ സന്തതികളെ ഒരു രാജ്യമാക്കി മാറ്റും. നിന്റെ സന്തതികൾക്കെതിരെ ഒരു മനുഷ്യനും നിൽക്കില്ല. നിൽക്കുന്നവരെ ഞാൻ ചിതറിക്കും. കഴിഞ്ഞ രാത്രിയും കണ്ടില്ലേ? ഇന്നിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴും ഇറാഖ് ടച്ചിനടിക്കുന്നുണ്ട്. ഇറാൻ ടച്ചിനടിക്കുന്നുണ്ട്. കേരളത്തിന്റെ 2 ജില്ലകൾ മാത്രമുള്ള ഒരു രാജ്യത്തെ തൊടാൻ കഴിയുന്നില്ല. ഹലോ, അവിടെ എണ്ണപ്പാടങ്ങളെ മുഴുവൻ ഇസ്രായേൽ സൈന്യം തച്ചുടയ്ക്കുന്നു. കാരണം എന്തെന്നറിയാമോ? അവിടെ സൈനിക ബലമല്ലോ, ദൈവത്തിന്റെ കാവൽ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടി. കേവലം ഞായറാഴ്ച വിശ്വാസിയായി വന്നിരുന്ന് ഒരു മൂലക്കിരുന്ന് ഉറങ്ങി എഴുന്നേറ്റ് പോകാനല്ല വിളിച്ച കേട്ടോ. ഒരു പിതാവിനോട് ദൈവം ചെയ്ത കവനന്റ് എത്ര കടിഞ്ഞാമേ 6000 വർഷങ്ങൾ കടിഞ്ഞിട്ടും ഇന്നും ദൈവം ഓർക്ക. ഹല്ലേലൂയ. ആമേ. നമ്മളെല്ലാവരും മഴ എത്തുന്നതിന് മുമ്പ്, മഴയൊക്കെ കഴിയുമ്പോൾ ചെന്ന് പുറകോട്ട് നോക്കാമേ. പുറത്തിറങ്ങി നോക്കുമ്പോ വലിയൊരു വില്ല് ആകാശത്ത് പ്രത്യക്ഷനായി നിൽക്കും. ആ വില്ലെന്താണെന്നറിയാമോ? ദൈവം ദൈവം നോഹയോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെ വില്ലാണ്. എന്ത്? ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടി. കാലഘട്ടം കഴിഞ്ഞിട്ടും എത്ര മഴ പെയ്താലോ അതിനുശേഷം ആകാശത്ത് തെളിഞ്ഞു മഴവില്ലായി വരുമെങ്കിൽ ഈ തലമുറയിൽ ഞാൻ കൊതിക്കുന്നു, നമ്മോട് ദൈവം നിയമം ചെയ്യട്ടെ. Let it happen. Amen. In the name of Jesus. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അത് ഞായറാഴ്ച കിട്ടില്ല. ഹലോ, ഞായറാഴ്ച പ്രസംഗം കേൾക്കുമ്പോ ഏറി കയറുമ്പോ കിട്ടില്ല. ദൈവത്തിന്റെ നിയമം നിന്നോട് വേണോ? ദൈവത്തിന്റെ ഉടമ്പടി നിന്നോട് വേണോ? നീയും ദൈവവും മാത്രമുള്ള ഇടത്ത്, നീയും ദൈവവും മാത്രമുള്ള പ്രാർത്ഥനാ മുറിയിൽ, നീയും ദൈവവും മാത്രം ഇറങ്ങുന്ന പായിൽ ഇരുന്ന് കരയണം. ദൈവമേ, എന്നോടൊരു നിയമം ചെയ്യണമേ. ഹോരേബിൽ മോശയോട് ദൈവം ചെയ്ത നിയമം 10 കൽപ്പനയായി. ദേവദാസൻ നേരത്തെ പറഞ്ഞു വിട്ടു, ഇന്ത്യയുടെ ഭരണഘടനയിൽ മോശ എഴുതിയ നിയമമുണ്ട്. മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമമുണ്ട്. ആ നിയമമാണ് ഇസ്ലാമേ ബ്രിട്ടീഷുകാർ കടമെടുത്തത്.
ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ കടമെടുത്തു. ആർക്ക് കൊടുത്തത്? ഹോരേബിൽ കയറിയവന് കൊടുത്തത്. ഈ പകൽ ഹോരേബിൻ്റെ പ്രത്യേകത, അവിടെ ദൈവം നിയമം സ്ഥാപിക്കുന്ന ഇടം. എന്താ ഹോരേബ്? മരുഭൂമികൾക്കപ്പുറം വെളിപ്പെടുന്നതാണ് ഹോരേബ്. മരുഭൂമി മാറുമ്പോൾ ദൈവം നിയമം സ്ഥാപിക്കാൻ ഇറങ്ങി വരും. ദൈവം നിയമമായി ഇറങ്ങി വരും. അന്ന് നീ നിയമമായിട്ട് പിടിച്ചാൽ, ദൈവം നീയുമായിട്ട് നിയമം ചെയ്ത കാലഘട്ടങ്ങൾ കൊണ്ട് ദൈവവും നീയുമായുള്ള ബന്ധം തീരില്ല. അമ്മേ, ഞാൻ കൊതിക്കുന്നു ഇന്ന് പകൽ എൻ്റെ ദൈവം എന്നോടൊരു നിയമം ചെയ്യട്ടെ. എൻ്റെ ആലയത്തോടൊരു ദൈവം നിയമം ചെയ്യട്ടെ. ഇന്ന് പകൽക്കാലം ആ നിയമം എൻ്റെ ദൈവം വിശ്വസ്തനായി കാക്കും. അടുത്തൊരു പദവും കൂടെ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവുക. ഹോരേബിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു കേട്ടോണേ. വചനം പറയുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, വായിക്കണ്ട. അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, ആമേ, ആഹാബ് എല്ലാ പ്രതിസന്ധികളും ഒരുക്കി. ഇസബേലും ആഹാബും ഏലിയാവിനെ തകർക്കാൻ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. അപ്പം കൊടുത്തു, അട കൊടുത്തു. അവനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കടാ, എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളമോട്. എവിടെ? ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളമോട്. അർത്ഥം, നീ അവിടെ എത്തിയാൽ, നീ പർവ്വതത്തിലെത്തിയ ഒരു സഭയിലും നിന്നെ തകർക്കില്ല. ദൈവത്തിൻ്റെ പർവ്വതത്തിലെത്തിയ ഒരു മന്ത്രവാദിയും നിനക്കെതിരെ ചലിക്കില്ല. ഒരാഭിചാരകനും നിനക്കെതിരെ നിൽക്കില്ല. നീ ഹോരേബോളം എത്തിയ ആരെല്ലാം വെല്ലുവിളിച്ചോ അവർ കാണേ. അവൾ ആരാധിക്കാൻ പോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഏലിയാവ് പ്രാർത്ഥിച്ചത് എന്താ? മതി യഹോവേ എൻ്റെ പ്രാണനെ. ഇസബേൽ പറഞ്ഞതെന്താ? നിന്നെ ഞാൻ നാളെ പകലാകുന്നതിന് മുമ്പേ നിന്റെ രക്തം ഞാൻ നായ്ക്ക് കൊടുക്കും, നിന്റെ തല ഞാൻ അറുത്ത് എടുക്കും. ദൈവം പറഞ്ഞു, നീ എഴുന്നേക്കടാ, നീ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ പോ. നിന്നെ കൊല്ലുമെന്നല്ലേ പറഞ്ഞേ? ഹോരേബിലെത്തിയാലേ കൊല്ലുമെന്ന് പറഞ്ഞവർ അതിശയിക്കുമാറ്, മരണമില്ലാതെ ഞാൻ അങ്ങ് കൊണ്ടുപോകും, മരണമില്ലാതെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറ. ലോകം പറഞ്ഞതല്ല, ശത്രു എഴുതി കെട്ടിയ രേഖയല്ല, അവന്റെ ബുദ്ധിയെ നിഷ്ഫലമാക്കിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി. ചിലര് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയാറുണ്ട്, പാസ്റ്റർ ഇന്ന വ്യക്തി എന്നെ തകർത്ത് കളയൊന്ന് എഴുതി പറഞ്ഞു, ഇത്ര ദിവസമാ പറഞ്ഞിരിക്കുന്നേ, പോയി പണി നോക്കാൻ പറയടാ, പോയി പണി നോക്കാൻ പറ. നീ എഴുന്നേക്ക്, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലേക്ക് പോ, ഹോരേബിലേക്ക് പോ. അവിടെ നീ എത്തിയാൽ നിന്നെ കൊല്ലുമെന്നല്ലേ ലോകം പറഞ്ഞേ? നിനക്ക് മരിക്കണമെന്നല്ലേ നീ വർത്തിച്ചേ? അതുകൊണ്ട് നിനക്ക് മരണമില്ല, നിനക്ക് മരണമില്ല. യെശയ്യാവിലൊരു പദമുണ്ട്, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ അവയെക്കാളത് ഉയർന്നവയാണ്. ഈ പകൽ കയറി വന്നപ്പോഴും ബൈബിൾ എടുത്തിറങ്ങിയപ്പോഴും 100 പദ്ധതിയായിട്ടല്ലേ വന്നേ? ഈ പകൽ പർവ്വതത്തിൽ കയറി എല്ലാം പൊളിയും, എല്ലാം പൊളിയും, എല്ലാം പൊളിയും. നീ ഒന്നും പദ്ധതി ഇടണ്ട, നിനക്ക് വേണ്ടിയുള്ളവ ദൈവമൊരുക്കും. അമ്മേ, ഒറ്റ പദം കൂടെ ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കയറിയവനെ ദൈവം കൊണ്ടുപോയി, ദൈവം കൊണ്ടുപോയി. അവൻ ഒരിക്കൽ പ്രാർത്ഥിച്ചു, മതി യഹോവേ, എൻ്റെ ശുശ്രൂഷയൊക്കെ ഞാൻ മടുത്തു, ഇനി അങ്ങ് പോയാ മതി. യോശുവ മരിച്ചില്ലേ? മോശയെ നീ അടക്കിയില്ലേ? അതുപോലെയൊക്കെ അങ്ങ് പോയാ മതി. പക്ഷെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴേ ശുശ്രൂഷ മതി എന്ന് പറഞ്ഞവനെ, ഹലോ, ശുശ്രൂഷ മതി എന്ന് പറഞ്ഞവൻ, ഹലോ, മറുവ മലയുടെ അടിവാരത്തുനിന്ന് കയറി വരിക.
മറൂവ മലയുടെ അടിവാരത്ത് നിന്ന് കയറി വരിക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം എടുത്തുകൊണ്ടുപോയവൻ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി ആമ എടുത്തുകൊണ്ടുപോയവൻ, യോർദാനക്കരെ വെച്ച് ദൈവം കാറ്റിലെടുത്തു കൊണ്ടുപോയവൻ. എൻ്റെ പ്രസംഗഭാഷയിൽ പറയാം, ആമ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാണാൻ, പുതുനിയമത്തിലെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ചെയ്യാൻ അവൻ്റെ മറുരൂപമലയിലേക്ക് കയറി വരിക. അവൻ്റെ അടുക്കൽ ആരുണ്ടെന്നറിയാമോ? മോശയുണ്ട്. ഇവർ രണ്ടും ദൈവം നിയമം ചെയ്തവരാണ്. നിയമം ചെയ്തവർ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുക. പുതുനിയമത്തിൽ കയറി വന്നപ്പോൾ അറിയാണ്ട് ഞാൻ സല്യൂട്ട് അടിച്ചു പോയി. കാരണം എന്നറിയാമോ? ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിന്റെ പ്രത്യേകത, നീ വേണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യിക്കാനുള്ളത് ചെയ്യിച്ചു തീർത്തിട്ടേ. നീ മതിയെന്ന് പറഞ്ഞാലും, നീ ചത്താ മതി എന്ന് പറഞ്ഞാലും, നീ ഇനി തീർന്നെന്ന് പറഞ്ഞാലും, ഇനി എന്തിനാ കിടക്കുന്നതെന്ന് പറഞ്ഞാലും, ദൈവം ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർത്തിട്ടേ നിന്നെ കൊണ്ടുപോകൂ. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോണ്, ആ പർവ്വതത്തിന്റെ പേരാണ് ഹോരേബ്. ആ പർവ്വതത്തിലേക്ക് ചെല്ലാനാ ദൈവം നമ്മെ വിളിച്ചത്. എങ്ങനെയുള്ള പർവ്വതം? മരുഭൂമികൾക്കപ്പുറം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ. പകൽക്കാലം ആഴമായി പറയാമോ? മരുഭൂമികൾക്കപ്പുറം ഒരു പർവ്വതമുണ്ട്, ദൈവത്തിന്റെ പർവ്വതമുണ്ട്. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ കണ്ണുകളും ദൈവ